Good evening. I am Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS names Nagpur. നമ്മൾ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാൻ NCERT എക്സാംപ്ലർ. നമുക്ക് ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. ഇന്നലെ നമ്മൾ നിർത്തിയത് MCQ 18 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിരുന്നു. ഇനി നമുക്ക് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തൊട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോഡക്റ്റ് ഫോട്ടോസിന്തസിസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലീവ്സിൽ നിന്ന് ബാക്കി എല്ലാ പാർട്സിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഏതോ ഒരു സെല്ലിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് ബിഫോർ ബീങ് യൂട്ടിലൈസ്ഡ്. നമുക്കറിയാം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ആവില്ല. അപ്പൊ അത് ആദ്യം സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ചാപ്റ്ററിലുടനീളം നമ്മൾ ഫോട്ടോസിന്തസിന്റെ പ്രോഡക്ട്സ് എവിടെ സ്റ്റോർ ചെയ്യുന്നതാണ് പഠിച്ചത്. അതായത് there are living cells which store the products of photosynthesis എന്നാണ് പഠിച്ചത്. പാരൻകൈമ. അപ്പൊ അതിന് ആൻസർ എന്താവും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പാരൻകൈമ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോട്ടോസൈലം ഇസ് ഫസ്റ്റ് ഫോംഡ് സൈലം. നമുക്കറിയാം പ്രോട്ടോസൈലം എന്താ? ഓൾഡ് സൈലം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്ന സൈലം. ആൻഡ് പ്രോട്ടോസൈലം ലൈസ് നെക്സ്റ്റ് ടു ഫ്ലോയം. അങ്ങനെയാണ് കേസെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സൈലം വുഡ് യു കോൾ ഇറ്റ്? അപ്പോ നമുക്കറിയാം എങ്ങനെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം പുറത്തോട്ട് ഫ്ലോയമും ഉള്ളിലോട്ട് സൈലമുമാണ് ജനറലി കാണാറ്. ഇനി ഇവര് പറയുന്നത് എന്താ? അതായത് പ്രോട്ടോസൈലം അതായത് ആദ്യം ഫോം ചെയ്യുന്ന സൈലം അത് ഫ്ലോയത്തിന്റെ അടുത്താണെങ്കിൽ അതിനെ എന്താണ് വിളിക്കുക എന്നാണ്. അതായത് പ്രോട്ടോസൈലം ഇവര് ഇൻഡയറക്ട്ലി പറയുന്നത് എന്താ? പ്രോട്ടോസൈലം ലൈങ് നെക്സ്റ്റ് ടു ഫ്ലോയം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവര് പറയുന്നത് പ്രോട്ടോസൈലം പെരിഫറിയിലാണെന്ന് അവർ ഇൻഡയറക്ട്ലി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രോട്ടോസൈലം പെരിഫറിയിലും ആൻഡ് നെക്സ്റ്റ് ഫ്ലോയമായിട്ടും മെറ്റാസൈലം അതായത് ന്യൂലി ഫോംഡ് സെന്ററിലേക്കും ആണെങ്കിൽ അത് നമ്മൾ ഏതെന്നാണ് പഠിച്ചത്? അതായത് ലൈങ് നെക്സ്റ്റ് ടു ഫ്ലോയം എന്ന് പറഞ്ഞാല് പ്രോട്ടോസൈലം ഇവിടെ ഇരിക്കും പെരിഫറി. അപ്പോ അവര് ക്വസ്റ്റ്യനില് ലൈങ് നെക്സ്റ്റ് ഫ്ലോയം എന്ന് ഉദ്ദേശിച്ചത് ആ ടേം എന്താണ്? അതായത് പ്രോട്ടോസൈലം പെരിഫറിയിലാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പെരിഫറിയിലാണെന്ന ക്വസ്റ്റ്യൻ തന്നെ എന്താ? ഡയറക്ട്ലി ചോദിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ഫ്ലോയം എന്ന് പറഞ്ഞാൽ എന്താ? അത് കുറച്ച് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അപ്പൊ അവർ ഇൻഡയറക്ട്ലി ചോദിക്കാണ് പെരിഫറിയില് പ്രോട്ടോസൈലം ലൈങ് നെക്സ്റ്റ് ഫ്ലോയം. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രോട്ടോസൈലം ഇസ് ലൈങ് നെക്സ്റ്റ് ഫ്ലോയം. പ്രോട്ടോസൈലം ലൈങ് നെക്സ്റ്റ് ഫ്ലോയം എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കുകയാണ് പ്രോട്ടോസൈലം പെരിഫറിയിലാണ്. അപ്പൊ പ്രോട്ടോസൈലം പെരിഫറിയിലാണെങ്കിൽ ഇതില് മെറ്റാസൈലം എവിടെയായിട്ട് വരും? മെറ്റാസൈലം സെന്ററിലായിരിക്കും. അപ്പൊ പ്രോട്ടോസൈലം പെരിഫറിയിലും മെറ്റാസൈലം സെന്ററിലും വരുന്ന കേസ് നമ്മൾ ഏതിലാണ് കണ്ടിരിക്കുന്നത്? എക്സാർച്ച്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്തായിരുന്നു കണ്ടത്? എൻഡാർച്ച്. എൻഡാർച്ചില് നമുക്ക് എങ്ങനെയാ ഇതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ്? ഇതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും? പ്രോട്ടോസൈലം സെന്ററിലും മെറ്റാസൈലം പെരിഫറിയിലും. അപ്പൊ ക്വസ്റ്റ്യനില് ആൻസർ എന്താവും? പ്രോട്ടോസൈലം പെരിഫറിയിലും മെറ്റാസൈലം സെന്ററിലും ആണെങ്കിൽ ഇതിന്റെ ആൻസർ എക്സാർച്ച് കണ്ടീഷൻ ആയിരിക്കും. അപ്പോ ഇതിന്റെ ആൻസർ എക്സാർച്ച്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ കണ്ടു നോക്കാം. ഇൻ ദി സ്റ്റെംസ് പ്രോട്ടോസൈലം എവിടെയായിരിക്കും? ടുവേർഡ്സ് ദി സെന്ററും മെറ്റാസൈലം ടുവേർഡ്സ് ദി പെരിഫറിയും ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സൈലത്തിനെ നമ്മൾ എന്ത് വിളിച്ചു? എൻഡാർച്ച് എന്ന് വിളിച്ചു. ഇനി റൂട്ട്സിൽ എങ്ങനെയാ നമുക്ക് കാണാം? പ്രോട്ടോസൈലം പെരിഫറിയിലും അതായത് നെക്സ്റ്റ് ഫ്ലോയം, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, നെക്സ്റ്റ് ഫ്ലോയം. ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് ദി സെന്റർ, അതെന്തായിരിക്കും? എക്സാർച്ച് കണ്ടീഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനോട് ഒന്നും കൂടി റിവൈസ് ചെയ്യുക. എന്താണ്? എക്സാർച്ച് റൂട്ടിലും എൻഡാർച്ച് സ്റ്റെമ്മിലും ആണ് ഒന്നും കൂടി ജസ്റ്റ് അറിഞ്ഞിരിക്കുക.
എച്ച് ആർച്ച് റൂട്ടിലായിരിക്കും, എൻഡ് ആർച്ച് സ്റ്റെമ്മിലായിരിക്കും. ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ്. അപ്പൊ ഇത്രയും കാര്യം ഒന്നും കൂടി അറിഞ്ഞിരിക്കുക, എവിടെയെങ്കിലും എഴുതി വെക്കുക, മനസ്സിലാക്കുക. ഇനി ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. എന്താണ് ആ ഡയഗ്രത്തിൽ പറയുന്നത്? എൻഡ് ആർച്ചും എച്ച് ആർച്ചിനെയും വേറെ വേറെ ഡയഗ്രാം. അതായത് പ്രോട്ടോസൈലം എൻഡ് ആർച്ചിൽ എവിടെയാണ്? നിയർ ദി സെന്റർ, അതായത് പിത്തിന്റെ തൊട്ടടുത്ത്. പിത്ത് എവിടെയാണ്? സെന്ററിലാണ്. സെന്ററിന്റെ തൊട്ടിപ്പുറത്താണ് പ്രോട്ടോസൈലം ഉള്ളത്. ഇനി മെറ്റാസൈലം എവിടെയാണ് കാണുന്നത്? പെരിഫറിയിൽ. ഇനി ഈ കേസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എൻഡ് ആർച്ച്, ആൻഡ് ദിസ് ഇസ് സീൻ ഇൻ സ്റ്റെംസ്. ഇനി എക്സ് ആർച്ചിലാണെങ്കിൽ എങ്ങനെയാ? മെറ്റാസൈലം സെന്ററിലും പ്രോട്ടോസൈലം പെരിഫറിയിലും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക വിത്ത് ദി ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത്, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലോയം പാരൻകൈമ? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഫോട്ടോസിന്തസിന്റെ പ്രോഡക്ട്സ് എവിടെയാണ്, ഏത് ടൈപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ഫ്ലോയം പാരൻകൈമന്റെ ഫംഗ്ഷൻ എന്താണ്. എന്താണ് ഫ്ലോയം പാരൻകൈമ? സ്റ്റോറേജ് ആണ് മെയിൻലി ഡീൽ ചെയ്യുന്നത്. ആൻഡ് എന്തൊക്കെ സ്റ്റോർ ചെയ്യും? ഫുഡ് മെറ്റീരിയൽ ആൻഡ് അതർ സബ്സ്റ്റൻസസ് ലൈക്ക് റെസിൻസ്, ലാറ്റക്സ് ആൻഡ് മ്യൂസിലേജ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഫ്ലോയം പാരൻകൈമന്റെ ഫംഗ്ഷൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് പ്രസന്റ് ഓൺ ദി സർഫസ് ഓഫ് ലീവ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ദ plant, which helps the plant to prevent the loss of water which is absent in roots. അതായത് ചില പ്ലാന്റ്സിന്റെ ലീവ്സിൽ ഒരു എക്സ്ട്രാ സ്ട്രക്ചർ ഉണ്ട് ആൻഡ് വിച്ച് ഇസ് ആബ്സെന്റ് ഇൻ റൂട്ട്സ്. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്താ? ടു പ്രിവെന്റ് ലോസ് ഓഫ് വാട്ടർ. ലോസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്പിറേഷൻ വഴി പ്ലാന്റ്സ് എന്ത് ചെയ്യും? അവർക്ക് വാട്ടർ ലോസ് സംഭവിക്കും. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്ട്രക്ചറിന്റെ പേരെന്താണ്? അപ്പോ നമുക്ക് ലീവ്സിന്റെ സർഫസിൽ കാണുന്ന സ്ട്രക്ചർ വിച്ച് ഇസ് കോൾഡ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു വാക്സി ലെയർ ഉണ്ട്. ആൻഡ് ആ ലെയറിന്റെ ഫംഗ്ഷൻ എന്താ? പ്രിവെന്റ് ലോസ് ഓഫ് വാട്ടർ. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഇസ് ആബ്സെന്റ് ഇൻ റൂട്ട്സ്. അപ്പൊ അതിന്റെ ആൻസർ ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഇസ് ദ എപ്പിഡെർമൽ സെൽ മോഡിഫിക്കേഷൻ ഇൻ പ്ലാന്റ്സ് വിച്ച് പ്രിവെന്റ് വാട്ടർ ലോസ്? അതായത് പ്ലാന്റ്സിന്റെ എപ്പിഡെർമൽ സെല്ലില് ചില മോഡിഫിക്കേഷൻസ് ഉണ്ട് വിച്ച് ഹെൽപ്സ് ഇൻ പ്രിവെന്റിങ് വാട്ടർ ലോസ്. അതെന്താന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ചില പ്ലാന്റ്സ്, എക്സാമ്പിൾ ലീഫ് എടുക്കുക. അപ്പൊ ലീഫിന് നമുക്കറിയാം എന്ത്? ബേസ്, അതായത് ഇതിന്റെ താഴത്തെ ഒരു ബേസിന്റെ സൈഡ് ഉണ്ട്, അതായത് എബാക്സിയൽ സൈഡ്. ആൻഡ് ഈ ടോപ്പ് സർഫസിനെ എന്തെന്ന് വിളിക്കും? അഡാക്സിയൽ സർഫസ്. അപ്പോ ബി ഫോർ ബേസ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ അഡാക്സിയൽ എന്താവും? ടോപ്പ് സർഫസ്. അപ്പോ ചില ലീവ്സിന് അഡാക്സിയൽ സർഫസിൽ അഥവാ ടോപ്പ് സർഫസിൽ എന്തുണ്ട്? മെയിൻലി അലോങ് ദ വെയിൻസ് റീജിയനിലായിട്ട് ചില ലാർജ് എം ടി കളർലെസ് സെൽസ് ഉണ്ട്. ഇതിന്റെ പേരാണ് ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ്. ഇനി ഈ സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ബുള്ളിഫോം അല്ലെങ്കിൽ മോട്ടോർ സെൽസിന്റെ ഫംഗ്ഷൻ ആണ് ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഇസ് പ്രസന്റ് ഓൺ ദി അഡാക്സിയൽ സർഫസ്, അതായത് ടോപ്പ് സർഫസിലാണ് ഈ സെൽസ് കാണുക. ആൻഡ് ഈ ബുള്ളിഫോം സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്ത് എന്താവും? അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അവർ തടിച്ച് വന്ന് ടേർജിഡ് ആവും, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓഫ് വാട്ടർ ആവും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആ കേസിൽ നമ്മുടെ ലീഫ് ഫുൾ തുറന്നിരിക്കും. ആൻഡ് that means the leaf surface is exposed, അതായത് കംപ്ലീറ്റ്ലി ഓപ്പൺഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. അപ്പോ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് പിന്നെ വാട്ടർ ലോസ് സംഭവിക്കില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ബുള്ളിഫോം സെൽസ് പ്രസന്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇത് ഫ്ലാസിഡ് ആവുന്ന വെച്ചാല് ടേർജിഡ് അല്ലാണ്ട്, അതായത് ഈ സെൽസിന് വാട്ടർ അബ്സോർബ് ചെയ്യാത്ത കേസസിൽ, അതായത് അതിന് വാട്ടർലെസ് കണ്ടീഷൻ വരുമ്പോൾ അത് ഫ്ലാസിഡ് ആവുമ്പോൾ ഡ്യൂ ടു വാട്ടർ സ്ട്രെസ്, അതായത് വാട്ടർ ഇല്ലാത്ത കണ്ടീഷൻസിൽ അവര് ലീവ്സ് കേൾ ചെയ്യും ഇൻവേർഡ്സ്, അതായത് ഇൻ റോളിംഗ് എന്നാണ് അതിനെ പറയാം. അപ്പോൾ ഈ ലീവ്സ് വന്ന് കേൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് മിനിമൈസസ് വാട്ടർ ലോസ് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ. അപ്പൊ അതിന്റെ ഗുണം എന്താ? അഡാക്സിയൽ സർഫസിന് ചില കളർലെസ് ഉണ്ട്. ആ സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബുള്ളിഫോം അല്ലെങ്കിൽ മോട്ടോർ സെൽസ്. ഇനി ആ സെൽസിന്റെ ഗുണം എന്താണ്?
അവർക്ക് ഓൾറെഡി വെള്ളമൊക്കെ നല്ല ഉള്ള കണ്ടീഷനിൽ, അതായത് ആവശ്യത്തിന് അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടെന്നുള്ള കണ്ടീഷനിൽ അവർ ലീഫിനെ തുറക്കും. അപ്പൊ ലീഫിനെ തുറന്നാൽ എന്താ ഗുണം? ഇനി കുറച്ച് അഥവാ ട്രാൻസ്പിറേഷൻ നടന്ന് ലോസ് ആയാലും അവർക്ക് ആക്ച്വലി നഷ്ടമില്ല. കാരണം എന്താ? അവർക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ട്, അതായത് വാട്ടർ ഉള്ളതുകൊണ്ട് സെൽസ് ടേർജിഡ് ആണ്. ഇനി ഇൻ കേസ് അവർക്ക് വാട്ടർ തീരെ കിട്ടുന്നില്ല, അപ്പൊ വാട്ടർ കിട്ടാത്ത അവസ്ഥയിൽ അവർക്ക് അങ്ങനെ ലീഫ് സർഫസ് കൂടുതൽ എക്സ്പോസ്ഡ് ആയി നിൽക്കുമ്പോൾ ആ ലീഫിന് എന്താ ഒരുപാട് വാട്ടർ ലോസ് സംഭവിക്കും. അപ്പൊ വെള്ളം നഷ്ടപ്പെടും. അപ്പൊ നമുക്കറിയാം ഓൾറെഡി വെള്ളം ഇല്ല, ഇനി കൂടുതൽ നഷ്ടപ്പെടാൻ നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ ബുള്ളിഫോം സെൽസ് എന്താവും? ബുള്ളിഫോം സെൽസ് ഫ്ലാസിഡ് ആവും ആൻഡ് അത് റോൾ ഇൻ ചെയ്യും. ദ ഹോൾ ലീഫിനെ അവർ റോൾ ഇൻ ചെയ്ത് പ്രിവെന്റ്സ് ട്രാൻസ്പിറേഷൻ. അപ്പോ ഇതിന്റെ ആൻസർ എന്താവും? ഇത്തരത്തിലുള്ള എപ്പിഡെർമൽ സെല്ലിന്റെ മോഡിഫിക്കേഷനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 പോവാണെങ്കിൽ, വാട്ട് പാർട്ട് ഓഫ് ദി പ്ലാന്റ് വുഡ് ഷോ ദി ഫോളോയിങ്? അതായത് പ്ലാന്റിന്റെ ഏത് പാർട്ടിലാണ് ഈ ഫോളോയിങ് സാധനം കാണുന്നത്? അപ്പോ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എവിടെയാണ് കാണുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ്? നമുക്കറിയാം ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഡയഗ്രാം കാണിക്കാനാണെങ്കിൽ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ റൂട്ടിലാണ് കാണുന്നത്. നമുക്ക് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓൾറെഡി പഠിച്ചപ്പോൾ അറിയായിരിക്കുമല്ലോ. അപ്പൊ റൂട്ടില് ഈ കേസ് എടുക്കുകയാണെങ്കിൽ, ഈ ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ സൈലം ഈ റേഡിയസിലാണെന്ന് വിചാരിച്ചോ. ഇനി ഇവിടുത്തെ ഫ്ലോയം ഏത് റേഡിയസിലാണ്? ഇവിടുത്തെ ഫ്ലോയം ഇതാണ് ഇവിടുത്തെ ഫ്ലോയം. അപ്പൊ ഫ്ലോയം ഈ റേഡിയസിലാണ്. പക്ഷെ ഇതിന്റെ സൈലം എങ്ങനെയാണ്? വേറെ റേഡിയസിലാണ്. അതായത് സൈലം ആൻഡ് ഫ്ലോയം വേറെ വേറെ റേഡിയസിൽ കാണുമ്പോൾ ആ കേസിന് നമ്മൾ എന്തെന്ന് വിളിക്കും? റേഡിയൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന റേഡിയൽ വാസ്കുലർ ബണ്ടിൽ, അതായത് സൈലം എവിടെയാണെങ്കിൽ, സൈലം ഒരു റേഡിയസിലാണെങ്കിൽ ഫ്ലോയം അടുത്ത റേഡിയസിലായിരിക്കും. അല്ലാണ്ട് നമുക്ക് ഏതിൽ കാണുന്നത് പോലെ, സ്റ്റെമ്മിൽ കാണുന്നത് പോലെ ഒരൊറ്റ റേഡിയസിൽ ഉള്ളില് സൈലമും പുറത്ത് ഫ്ലോയം ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഈ സൈലം ഒരു റേഡിയസിലാണെങ്കിൽ ഫ്ലോയം അടുത്ത റേഡിയസിലായിരിക്കും ഇൻ കേസ് ഓഫ് റൂട്ട്സ്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലായി, റൂട്ട്സിലാണ് നമുക്ക് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ ആൻസർ എന്തായി? റേഡിയൽ വാസ്കുലർ ബണ്ടിൽ റൂട്ടിലാണ് ആയി. ഇനി പോളി ആർച്ച് സൈലം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ പോളി ആർച്ച് സൈലം ഏതിലാണ് കാണുന്നത് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ്? നമ്മൾ റൂട്ട് എടുക്കുകയാണെങ്കിൽ, നേരത്തെ എടുത്ത ഡയഗ്രം എടുക്കുകയാണെങ്കിൽ, ഇത് നമുക്കറിയാം മോണോകോട്ട് റൂട്ടും ഉണ്ട്, ഡൈക്കോട്ട് റൂട്ടും ഉണ്ട്. ഇതില് ഒരു പ്രത്യേകത നോക്കിയറിയാം. ഡൈക്കോട്ട് റൂട്ടില് സൈലം ആൻഡ് ഫ്ലോയം എത്രയേ ഉള്ളൂ? എണ്ണം നല്ല കുറവാണ്. പക്ഷെ മോണോകോട്ട് റൂട്ടിൽ എങ്ങനെയാണ്? സൈലം ആൻഡ് ഫ്ലോയം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം എന്താ? ഇവിടെ ജസ്റ്റ് ഒരു 4 സൈലമൻ 4 ഫ്ലോയം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 സൈലം ആൻഡ് അതിനേതായിട്ടുള്ള 8 ഫ്ലോയമും കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 6 ആണ് ഏതില്? മോണോകോട്ട് റൂട്ടില്. അങ്ങനെ വാസ്കുലർ ബണ്ടിൽസ് അല്ലെങ്കിൽ VB ഗ്രേറ്റർ ദാൻ 6 ആസ് സീൻ ഇൻ മോണോകോട്ട് റൂട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളി ആർച്ച് കണ്ടീഷൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള പോളി ആർച്ച് കണ്ടീഷൻ ഏതിലാണ് കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡയഗ്രാം കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? പോളി ആർച്ച് കണ്ടീഷൻ, അതായത് മോർ ദാൻ 6 വാസ്കുലർ ബണ്ടിൽസ് കാണുന്ന ഏതിലാണ്? മോണോകോട്ട് റൂട്ട്. ഇനി ഇതേ സാധനം ഡൈക്കോട്ട് റൂട്ടിൽ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഇറ്റ് ഇസ് യൂഷ്വലി ബിറ്റ്വീൻ 2 and 6. അതായത് വാസ്കുലർ ബണ്ടിൽസ് ഓഫ് ഡൈക്കോട്ട് റൂട്ട് എങ്ങനെയാണ്? മെയിൻലി 2നും 6നും നടുക്കാണ്. അപ്പൊ ആ കണ്ടീഷന്, അതായത് 2 ആണെങ്കിൽ അതിന് നമ്മൾ ഡൈ ആർച്ച് എന്ന് വിളിക്കും, 6 ആണെങ്കിൽ നമ്മൾ ഹെഡ്സ് ആർച്ച് എന്ന് വിളിക്കും. ഇനി മോർ ദാൻ 6 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പോളി ആർച്ച്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാണെങ്കിൽ, പോളി ആർച്ച് സൈലം, അതായത് മോർ ദാൻ 6 നമ്പർ ഓഫ് സൈലം കാണുകയാണെങ്കിൽ അത് ഏത് കണ്ടീഷൻ ആയിരിക്കും?
monocot root. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെൽ ഡെവലപ്ഡ് വിത്ത് ഏതിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് ഡൈക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് സ്റ്റെം ഒക്കെ പഠിച്ചപ്പോ എന്താണ് നമ്മൾ കണ്ടത്? ഇതില് ഈ മോണോകോട്ട് റൂട്ടിലും സ്റ്റെമ്മിലും എടുത്തു നോക്കാം. ഈ രണ്ടെണ്ണത്തില് നിങ്ങൾക്ക് ഏതിനാണ് കൂടുതൽ വെൽ ഡെവലപ്ഡ് വിത്ത് കാണാൻ പറ്റുന്നത്? ഒന്ന് മോണോകോട്ട് റൂട്ടില് നല്ല വെൽ ഡെവലപ്ഡ് വിത്താണ്. കാരണം എന്താ? അതിന്റെ സൈസ് നല്ല കൂടുതലാണ്. ഇനി ഡൈക്കോട്ട് റൂട്ടിൽ എങ്ങനെയാ? വളരെ കുറച്ച് വിത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാ? അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ പോർലി ഡെവലപ്ഡ് എന്ന് പറയാൻ പറ്റും. ഇനി സ്റ്റെം എടുത്ത് നോക്കുകയാണെങ്കിൽ മോണോകോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെം എടുത്ത് നോക്കിയാല് ഇതിൽ ഏത് ഡയഗ്രത്തിലാണ് പിത്ത് മാർക്ഡ്? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്മൾ പിത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്താ? മോണോകോട്ട് സ്റ്റെംസിൽ മോണോകോട്ടും ഡൈക്കോട്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പിത്ത് മോർ ഡെവലപ്ഡ് അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് എന്ന് കാണാൻ പറ്റുന്ന ഏതിലാണ്? ഡൈക്കോട്ട് സ്റ്റെം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? വെൽ ഡെവലപ്ഡ് പിത്ത് റൂട്ടില് മോണോകോട്ടിനും സ്റ്റെമ്മില് ഡൈക്കോട്ടിനുമാണ് നമ്മൾ വെൽ ഡെവലപ്ഡ് പിത്ത് കണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ ആയില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 6 ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി 7th ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ വാട്ട് ആർ ദി സെൽസ് ദാറ്റ് മേക്ക് ദി ലീവ്സ് കേൾ ഇൻ പ്ലാന്റ്സ് ഡ്യൂറിങ് വാട്ടർ സ്ട്രെസ്? അതായത് വാട്ടർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിന് വാട്ടർ കിട്ടാത്ത അവസ്ഥയിൽ ആരാണ് അവിടെ മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത്? നമ്മുടെ ബുള്ളിഫോം സെൽസ്. അപ്പോ ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവര് വാട്ടർലെസ് കണ്ടീഷനിൽ അല്ലെങ്കിൽ വാട്ടർ സ്ട്രെസ് വരുമ്പോൾ അവര് ഫ്ലാസിഡ് ആയിരിക്കും ആൻഡ് നോട്ട് ടേർജിഡ്. അപ്പോ നമ്മുടെ ലീഫ് ഉണ്ട്, ലീഫിന്റെ ടോപ്പ് സർഫസിൽ സെൽസ് അതായത് ബുള്ളിഫോം സെൽസ് എങ്ങനെയായി? ഭയങ്കര ഫ്ലാസിഡ് ആയി. അങ്ങനെ ഫ്ലാസിഡ് ആകുമ്പോൾ ഈ ലീഫ് നാച്ചുറലി എന്ത് പറ്റും? ഇറ്റ് റോൾസ് ഇൻ. അതായത് ലീവ്സ് റോൾ ഇൻ. അതായത് എന്താ? അതിന്റെ മേലത്തെ കുറെ സെൽസ് ഉണ്ട്. ആ സെൽസ് ടേർജിഡ് അല്ല, അത് ഫ്ലാസിഡ് ആയി. അപ്പൊ ചുരുങ്ങി വരുമ്പോൾ പതുക്കെ ആ സൈഡിലേക്ക് മടങ്ങി ലീവ്സ് വരും. അപ്പൊ ലീവ്സ് റോൾ ഇൻ ചെയ്യുമ്പോൾ അവർക്ക് നാച്ചുറലി എന്ത് പറ്റും? പ്രിവെന്റ് വാട്ടർ ലോസ്. കാരണം എന്താ? അവരുടെ സർഫസ് ഏരിയ എക്സ്പോസ്ഡ് അല്ലാണ്ടായിരിക്കുമ്പോൾ അവർക്ക് വാട്ടർ ലോസ് അത്രയും കുറവേ സംഭവിക്കുള്ളൂ. അപ്പൊ ഇതിന് മെയിൻ റോൾ പ്ലേ ചെയ്യുന്ന സെൽസ് ആണ് ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ്. അപ്പൊ അതിന് ആൻസർ എന്തായി? ബുള്ളിഫോം അല്ലെങ്കിൽ മോട്ടോർ സെൽസ്. ഇനി 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി കേംബിയൽ റിംഗ്? എന്താണ് കേംബിയൽ റിംഗിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, ഞാനൊരു ഡയഗ്രം എടുക്കാം, അപ്പൊ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കറിയാം ഡൈക്കോട്ട് സ്റ്റെമ്മില് സെക്കൻഡറി ഗ്രോത്ത് നടക്കും. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ നമുക്ക് സ്റ്റെമ്മിന്റെ ഒരു പ്രത്യേകത എന്തായാലും അറിയാം. അവർക്ക് കൊളാറ്ററൽ അറേഞ്ച്മെന്റ് ആണ് സൈലമിനും ഫ്ലോയമിനും. അതായത് അവർ സെയിം റേഡിയസിലാണ് അറേഞ്ച്ഡ്. ഇനി അത് പോരാത്തതിന് അവർ ഓപ്പണും കൂടിയാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മില് ഓപ്പണും കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് സൈലമിനും ഫ്ലോയമിനും നടുക്ക് ഒരു വാസ്കുലർ കേംബിയം കൂടിയുണ്ട്. വാസ്കുലർ കേംബിയം ഉണ്ടെങ്കിൽ എന്താ? അവർക്ക് സെക്കൻഡറി ഗ്രോത്തിന് പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇതിന്റെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് എന്ത് പറ്റും? നമുക്കറിയാം സൈലം ആൻഡ് ഫ്ലോയമിന്റെ നടുക്ക് ഓൾറെഡി വാസ്കുലർ കേംബിയം ഉണ്ട്. അപ്പൊ വാസ്കുലർ കേംബിയം ഈ സൈഡ് വേസും ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സൈഡ് വേസ് ഗ്രോത്ത് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരൊരു റിംഗ് ഫോം ചെയ്യും. ആ റിങ്ങിനെയാണ് നമ്മൾ കേംബിയൽ റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ആ കേംബിയൽ റിങ്ങിനെ നമുക്ക് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഡയഗ്രത്തില് ഈ വാസ്കുലർ കേംബിയം വെൻ അണ്ടർ ഗോയിങ് സെക്കൻഡറി ഗ്രോത്ത് അതിന്റെ പേര് പതുക്കെ മാറും. ആൻഡ് പേര് പതുക്കെ മാറിയിട്ട് ഈ ഫ്ലോയമിനും സൈലമിനും ഇടയ്ക്ക് സാൻഡ്വിച്ച്ഡ് ആയിരിക്കുന്ന കേംബിയത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻട്രാ ഫാസിക്യുലാർ. അതായത് ഫാസിക്യുലാറിന്റെ ഉള്ളില്, അതായത് ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ബിറ്റ്വീൻ എന്നുള്ള അർത്ഥത്തില്. ഇനി ഈ ഇടയിലുള്ളതിന് എന്ത് വിളിക്കും? നമുക്കറിയാം ആദ്യം ഇത്രയും ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പതുക്കെ ഗ്രോത്ത് നടന്ന്
റൗണ്ട് ഫോം ചെയ്യാൻ തുടങ്ങാണ് ആൻഡ് ടു ഫോം എ കേമിയൽ റിംഗ്. അപ്പൊ അങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഈ നടുക്ക് കാണുന്ന പോർഷൻ, നടുക്കാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയമിനും അടുത്ത സെറ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയമിനും നടുക്ക് കാണുന്നതിന് നമ്മൾ ഇന്റർഫാസിക്കുലർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എന്നുള്ള ഒരു അർത്ഥത്തില്. അപ്പൊ ഈ ഇൻട്രാഫാസിക്കുലർ കേമ്പിയമും ഇന്റർഫാസിക്കുലർ കേമ്പിയമും ജോയിൻ ചെയ്ത് പതുക്കെ എന്ത് പറ്റും, ഒരു ഹോൾ റിംഗ് ഫോം ചെയ്യും. ആ റിങ്ങിനെയാണ് നമ്മൾ ഏത് ഡയഗ്രത്തിൽ കാണുന്നത്? ഈ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റെഡ് കളറിലുള്ള കേമ്പിയൽ റിംഗ്. ഇനി അതിനുശേഷം വേറെ പല ചേഞ്ചസും നടക്കും, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് ചോദിച്ചിരിക്കുന്ന എന്താണ്, കേമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഇന്റർഫാസിക്കുലർ. ഇന്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എന്നുള്ള അർത്ഥത്തിൽ, ആ ബിറ്റ്വീനിലുള്ള ഫാസിക്കുലർ കേമ്പിയമും ആൻഡ് ആ സാൻഡ്വിച്ച് ആയിരിക്കുന്ന, അതായത് സൈലം ആൻഡ് ഫ്ലോയമിന് നടുക്കുള്ള ഇൻട്രാഫാസിക്കുലർ കേമ്പിയമും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ കേമ്പിയൽ റിംഗ് ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോം ഡ്യൂ ടു ദി മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഓഫ് ദി കേമ്പിയം. അതായത് സെക്കൻഡറി ഗ്രോത്ത് നടക്കണമെങ്കിൽ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി നടക്കണം, അതായത് കണ്ടിന്യൂസ്ലി ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിരിക്കണം. ഇനി ദ കേമ്പിയം വിച്ച് ഇസ് ഫൗണ്ട് ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം, അതായത് സൈലമിനും ഫ്ലോയമിനും നടുക്ക് സാൻഡ്വിച്ച്ഡ് ആയിരിക്കുന്ന പോർഷൻ നമ്മൾ ഫാസിക്കുലർ അല്ലെങ്കിൽ ഇൻട്രാഫാസിക്കുലർ കേമ്പിയം എന്ന് വിളിച്ചു. ആൻഡ് ന്യൂലി ഫോംഡ് കേമ്പിയം ബിറ്റ്വീൻ ദ ടു വാസ്കുലർ ബണ്ടിൽ, കാരണം ഒരു വാസ്കുലർ ബണ്ടിൽ ഒരു സെറ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം, അടുത്ത വാസ്കുലർ ബണ്ടിൽ അടുത്ത സെറ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. അപ്പൊ ഇതിന്റെ നടുക്ക് കാണുന്ന രണ്ട് വാസ്കുലർ ബണ്ടിൽസിന് നടുക്ക് കാണുന്നതിന് നമ്മൾ ഇന്റർഫാസിക്കുലർ കേമ്പിയം എന്ന് വിളിച്ചു. ഇനി ഈ രണ്ട് ടൈപ്പും കമ്പൈൻ ചെയ്യുന്നു ടു ഫോം ദി കേമ്പിയൽ റിംഗ്. അപ്പൊ ഇത്രയാണ് ഏത് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്ന, 8th ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്ന കേമ്പിയൽ റിംഗ്. ഇനി 9th ക്വസ്റ്റിലേക്ക് പോകണമെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗിവ് വൺ ബേസിക് ഫങ്ഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡം. ഫെല്ലോജനും ഫെല്ലോഡേമിനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിത് കണ്ടതാണ്, എന്ത്, പ്ലാന്റ്സിന്റെ ഒരു ലെയർ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ഫെല്ലോജൻ, അല്ലെങ്കിൽ കോർക്ക് കേമ്പിയം നമ്മൾ ആ ലെയറിനെ വിളിക്കും. ഇനി ഇത് പുറത്തോട്ടും ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും, ഇൻസൈഡും ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അതായത് ടാൻജൻഷ്യലി ഇൻ ആൻഡ് ഔട്ടിലേക്ക് പുതിയ സെൽസ് ഫോം ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഔട്ട്സൈഡ് ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് നമ്മൾ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്നാണ് വിളിക്കുക. അപ്പൊ കോർക്ക് ആൻഡ് ഫെല്ലം നമുക്കറിയാം എന്താണ്, സൂബറിൻ ഡെപ്പോസിഷൻ ഒക്കെ ഉണ്ട്. ആൻഡ് അവരെങ്ങനെയാ, ഇംപെർവിയസ് ആണ് ടു വാട്ടർ ആൻഡ് അതർ സബ്സ്റ്റൻസസ്. അപ്പൊ പുറത്തോട്ട് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം ഉണ്ടായി, ആൻഡ് ഉള്ളിലോട്ട് സെക്കൻഡറി കോർട്ടക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം ഉണ്ടായി. ഇനി കുറച്ചും കൂടി നല്ലൊരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലായി? ഈ ഡയഗ്രത്തില് ആദ്യം കോർക്ക് കേമ്പിയം ഇവിടെ നടുക്ക് തന്നിട്ടുണ്ട്. കോർക്ക് കേമ്പിയം എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഫെല്ലോജൻ. ഇനി ഫെല്ലോജൻ പുറത്തോട്ട് ഉണ്ടാക്കുന്ന സെല്ല്, അതായത് ഇവിടെ കോർക്ക് സെല്ല് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്ന് വിളിക്കുന്നത്. ഇനി ഫെല്ലോജൻ ഉള്ളിലോട്ട് ഉണ്ടാക്കിയ സെല്ലാണ് ഏത്? ഫെല്ലോഡേം. ഫെല്ലോഡേം അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ്? കൂടുതൽ ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു കോർക്ക് കേമ്പിയം ഉണ്ടായിരുന്നു, ആൻഡ് കോർക്ക് കേമ്പിയം പുറത്തോട്ട് കോർക്ക് സെൽസിനെ ഉണ്ടാക്കി, ഉള്ളിലോട്ട് ഫെല്ലോഡേമിനെ ഉണ്ടാക്കി. ഈ ഫെല്ലോഡേമിന്റെ ഉള്ളിലോട്ട് എന്തുണ്ട്? കോർട്ടെക്സ് ഉണ്ട്. ഇനി കോർക്കിന്റെ പുറത്തേക്ക് എപ്പിഡേമിസും ക്യൂട്ടിക്കിളും ഉണ്ട്. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് കുറച്ചും കൂടെ പോകുമ്പോൾ എങ്ങനെ വരും? കോർക്കിന്റെ ലേയേഴ്സ് കൂടും. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിന്റെ ആക്ടിവിറ്റി കൂടുന്നോറും എന്ത് പറ്റും? ഈ കോർക്കിന് സൂബറിൻ ഡെപ്പോസിഷൻ വരും. സൂബറിൻ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്സി ടൈപ്പ് ഓഫ് ഡെപ്പോസിഷൻ ആണ്. ആൻഡ് ഇതുള്ളത് കൊണ്ട് കോർക്ക് വിൽ ബി ഇംപെർവിയസ് ടു വാട്ടർ ആൻഡ് അതർ സബ്സ്റ്റൻസസ്. ഇനി ഈ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എങ്ങനെയായിരിക്കും? കമ്പാക്ട്ലി അറേഞ്ച്ഡ്. കമ്പാക്ട്ലി അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ
ഭയങ്കര അടുത്തടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും. ആൻഡ് അവർക്ക് ഭയങ്കര തിൻ ആയിട്ടുള്ള സെല്ലുലോസിക് വാൾസ് ആയിരിക്കും ബിഗിനിങ്ങിൽ ഉണ്ടാവുക. ഏതിന്? ഈ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലമിന്. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ മെച്ചോർ ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ ലിവിങ് മാറ്റർ പതുക്കെ കുറഞ്ഞു 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 വന്ന് അതിന്റെ സെൽ വാള് തിക്കാവും. അപ്പൊ ഒരു എങ്ങനെയാ സെൽ വാള് തിൻ ടു തിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും ഓൺ മെച്ചോറേഷൻ. ഇനി അതേപോലെ നമ്മൾ ഫെല്ലോഡേം നോക്കുകയാണെങ്കിൽ, ഫെല്ലോഡേം ഉള്ളിലോട്ട് ഉണ്ടാക്കിയ സെൽസ് ആണ്. ആൻഡ് ഫെല്ലോഡേം നോക്കുകയാണെങ്കിൽ അഥവാ സെക്കൻഡറി കോർട്ടക്സ് നോക്കുകയാണെങ്കിൽ വിച്ച് ഇസ് അഗെയിൻ ഒരു തിൻ വോൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെൽ ആയിരിക്കും. ആൻഡ് പാരൻകൈമാറ്റസ് സെൽ ആകുമ്പോൾ പ്രത്യേകത ദീസ് വിൽ ബി ലിവിങ് സെൽസ്. അപ്പൊ ലിവിങ് സെൽസ് ആണ്, അവർക്ക് സെല്ലുലോസിക് സെൽ വാൾസ് ഉണ്ട്. ഇനി ഈ ഫെല്ലോജൻ, ഫെല്ലോഡേം, ഫെല്ലം ഇതിനെയൊക്കെ കളക്റ്റീവ്ലി നമ്മൾ എന്തെന്ന് വിളിച്ചു? പെരിഡേം എന്ന് വിളിച്ചു. ആ 3 ലേയേഴ്സിനെയും നമ്മൾ എന്തെന്ന് വിളിച്ചു? പെരിഡേം എന്ന് വിളിച്ചു. ആൻഡ് ഈ പെരിഡേം എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നത്? ഈ 3 ലേയേഴ്സും, അതായത് നമ്മുടെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ എന്ത് പറ്റും? സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് വാസ്കുലർ കേമ്പിയത്തിന് ആക്ടിവിറ്റി കൂടും. കാരണം എന്താ? വാസ്കുലർ കേമ്പിയമാണ് സെക്കൻഡറി ഗ്രോത്തിന് ലീഡ് ചെയ്യുന്ന സാധനം. അപ്പോ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നു, വാസ്കുലർ കേമ്പിയം അതിന്റെ ആക്ടിവിറ്റി കൂടുന്നു. വാസ്കുലർ കേമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഗേർത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയാൻ പറ്റും. അതായത് ആ ഓരോ മരത്തിന്റെ അതിന്റെ തടി അല്ലെങ്കിൽ അതിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഗേർത്ത് അത് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. അങ്ങനെ ഗേർത്ത് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് സെൽസിന് എന്ത് പറ്റും? ഔട്ടർ മോസ്റ്റ് സെൽ ലെയേഴ്സ് എന്തൊക്കെയാണ്? ഔട്ടർ മോസ്റ്റ് സെൽ ലെയേഴ്സ് നമുക്കറിയാം, എപ്പിഡെർമിസും കോർട്ടെക്സും തുടങ്ങിയ അങ്ങനെയുള്ള പുറത്തേക്കുള്ള സെൽ ലെയേഴ്സ് റപ്ചർ ചെയ്യും. അതായത് നമുക്കറിയാം ഒരു ട്രീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് സെക്കൻഡറി ഗ്രോത്ത് നടന്ന് വലുതായി വലുതായി വരുമ്പോൾ അതിന്റെ പുറത്തുള്ളതിന് കുറച്ച് ടെൻഷൻ ബിൽഡപ്പ് ചെയ്ത് ഔട്ടർ മോസ്റ്റ് സെൽ ലെയേഴ്സ് റപ്ചർ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റപ്ചർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ആക്ച്വലി കുറയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡ്യൂറിങ് ദ സെക്കൻഡറി ഗ്രോത്ത് അവിടെ നമുക്ക് സ്റ്റെമ്മിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്റ്റെം ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പോ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എന്തുണ്ടാവും? പുതിയ പ്രൊട്ടക്റ്റീവ് സെൽ ലെയേഴ്സ് ഉണ്ടാവും. അപ്പോ ഈ പ്രൊട്ടക്റ്റീവ് സെൽ ലെയേഴ്സ് ഉണ്ടാക്കുന്ന ആരാണ്? പ്രൊവൈഡഡ് ബൈ കോർക്ക് കേമ്പിയം. അപ്പോ നമ്മുടെ കോർക്ക് കേമ്പിയം പുതിയ പ്രൊട്ടക്റ്റീവ് സെൽ ലെയേഴ്സ് ഉണ്ടാക്കും. കോർക്ക് കേമ്പിയത്തിന് നമ്മൾ എന്തെന്നും കൂടി വിളിക്കും? ഫെല്ലോജൻ. ഇനി ഈ ഫെല്ലോജൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പുതിയ പ്രൊട്ടക്റ്റീവ് സെൽ ലെയേഴ്സിനെ ഉണ്ടാക്കും. ഫെല്ലം ആൻഡ് ഫെല്ലോഡം. ഫെല്ലം പുറത്തേക്കും ഫെല്ലോഡം ഉള്ളിലോട്ടും. അപ്പൊ ആക്ച്വലി നമുക്ക് എന്താ പറയാം? ഈ ഫെല്ലോജൻ ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്, അല്ലെങ്കിൽ കേപ്പബിൾ ടു ഡിവൈഡ് ആണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? എന്താണ് ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡം എന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഇത് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആക്ടിവിറ്റി ഓഫ് വാസ്കുലർ കേമ്പിയം ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത് എന്ത് പറ്റും? ഗേർത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിനാണ് ഗേർത്ത് കൂടും, അതായത് ഗേർത്ത് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ റപ്ചർ സംഭവിക്കുന്നു. ഇനി ഈ റപ്ചർ ചെയ്ത ലെയേഴ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം സ്റ്റെമ്മിനെ. അപ്പോൾ ന്യൂ പ്രൊട്ടക്റ്റീവ് സെൽ ലെയേഴ്സ് ഉണ്ടാവുന്നു. അത് ഉണ്ടാക്കുന്ന ആള് കോർക്ക് കേമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ. ഇനി ഇങ്ങനെ പുതിയ ലെയേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഔട്ടർ സെൽ ലെയേഴ്സ്, അതായത് ഫെല്ലോജൻ എന്ന് പറഞ്ഞാൽ നടുക്കുള്ള കോർക്ക് കേമ്പിയത്തിന്റെ പുറത്തെ സെൽ ലെയേഴ്സ് കുറച്ചും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം ഉണ്ടാക്കുന്നു. വൈൽ ദി ഇന്നർ സെൽ ലെയേഴ്സ്, അതായത് ഉള്ളിലോട്ടുള്ള സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെക്കൻഡറി കോർട്ടക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം ഉണ്ടാക്കുന്നു. ഇനി കോർക്ക് അല്ലെങ്കിൽ ഫെല്ലമിന്റെ സെൽസ് എങ്ങനെയായിരിക്കും? കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്. അവരുടെ തിൻ സെല്ലുലോസിക് വാൾസ് ആയിരിക്കും ബിഗിനിങ്ങിൽ. ഇനി അത് മെച്ചോർ ചെയ്യുന്നോറും, അതായത് നമുക്കറിയാം കോർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഔട്ടർ മോസ്റ്റ് ആയി 3 ലെയേഴ്സിലും. അപ്പൊ അങ്ങനെ ഒരു ഔട്ടർ മോസ്റ്റ് സെല്ലിന് തിൻ വാൾഡ് ആയാലും അതിന്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റും? ആസ് ദേ മെച്ചോർ, അതായത് മെച്ചോറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലിവിങ് മാറ്റർ ഒക്കെ പതുക്കെ ലോസ് സംഭവിച്ച് സെൽ വാൾസ് പതുക്കെ തിക്കാവുന്നു. ഇനി ഉള്ളിലോട്ടുള്ള ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ ഫെല്ലോഡേം
അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സ് എങ്ങനെയാണ്? തിൻ വാൾഡ് ലിവിംഗ് ആയിട്ടുള്ള പാരൻകൈമാറ്റ് സെൽസ് ആണ് വിത്ത് സെല്ലുലോസിക് സെൽ വാൾസ്. ഈ മൂന്നെണ്ണത്തിന് ഫെല്ലോജൻ, ഫെല്ലം, ഫെല്ലോഡം ഇതിനെ നമ്മൾ പെരിഡേം എന്ന് വിളിച്ചു. ആൻഡ് ദേ ആർ എന്ത് പ്രൊട്ടക്റ്റീവ് ലേയേഴ്സ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡം ചോദിച്ചിരിക്കുന്നത്. ഫെല്ലോജൻ എന്ന് പറഞ്ഞാൽ കോർ കേമ്പിയം. അപ്പോ ഫെല്ലോജൻ എങ്ങനെയാണ്? ഇറ്റ് ഇസ് എ കപ്പിൾ ഓഫ് ലേയേഴ്സ് തിക്ക് ആൻഡ് നാരോ തിൻ വാൾഡ് നിയർലി റെക്ടാങ്കുലർ ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ഈ ഫെല്ലോജൻ ആണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ പുതിയ ലേയേഴ്സ് ഉണ്ടാക്കുന്നത് ഉള്ളിലോട്ടും പുറത്തോട്ടും. ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പുറത്തോട്ട് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം ഉണ്ടാക്കുന്നു, ഉള്ളിലോട്ട് സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഫെല്ലോജൻ വിച്ച് ഇസ് ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? ഇറ്റ് ഇസ് എ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ. അതേസമയം ഫെല്ലോഡേം നമ്മുടെ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്തുണ്ടായ ഒരു ടിഷ്യൂ ആണ്. അപ്പൊ അതെന്താണ്? ഇറ്റ് ഇസ് എ പെർമനന്റ് ടിഷ്യൂ. ഇനി ഫെല്ലോജൻ അല്ലെങ്കിൽ കോർ കേമ്പിയം ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രം ദി കോർട്ടിക്കൽ സെൽസ് ആൻഡ് സംടൈംസ് ഓൾസോ ഫ്രം ദി പെരിസൈക്കിൾ സെൽസ്. ഇനി ഈ സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? പുറത്തോട്ട് ഫെല്ലം, ഉള്ളിലോട്ട് ഫെല്ലോഡേം അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സ്. അപ്പോ ഫോർമേഷൻ ഓഫ് ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡം കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണിത്. എന്താണ്? നടുക്ക് കോർട്ടെക്സ് ഉണ്ടായിരുന്നു. ഈ കോർട്ടെക്സിലെ സെൽസ് എന്ത് പറ്റും? പതുക്കെ ഡെവലപ്പ് ചെയ്യും എന്തിലോട്ട്? ഫെല്ലോജൻ ആവാൻ. ഈ ഫെല്ലോജൻ ഡെവലപ്പ് ചെയ്ത് പുറത്തോട്ടും ഉള്ളിലോട്ടും പുതിയ സെൽസ് ഉണ്ടാക്കും. അപ്പൊ ഇത് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണിത്. ആൻഡ് ഫൈനലി എന്തുണ്ടാവും? പുറത്തോട്ട് ഫെല്ലം, ഉള്ളിലോട്ട് ഫെല്ലോഡേം. ഇവിടെ എന്ത്? ഈ നടുക്ക് ഏതാണ്ട് ഫെല്ലോജനും ഉണ്ടാവും. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ സീക്വൻസ് യു വുഡ് ഫൈൻഡ് ദം ഇൻ എ പ്ലാന്റ് സ്റ്റാർട്ടിങ് ഫ്രം ദി പെരിഫറി. പെരിഫറിന്ന് തുടങ്ങുന്ന രീതിയിൽ നമുക്ക് ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡേമിനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഈ ഡയഗ്രാം നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്ത്? ഇവിടെയാണ് ഇതിന്റെ പെരിഫറി ആൻഡ് ഇതാണ് ഇതിന്റെ ഓൾമോസ്റ്റ് സെന്റർ. അപ്പോ പെരിഫറിന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? ഫസ്റ്റ് നമ്മൾ കാണുന്നത് കോർക്ക് സെല്ലിനെ ആയിരിക്കും, അതായത് ഫെല്ലമിനെ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് നമ്മൾ കാണുന്ന ഫെല്ലോജനിനെ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ഇൻസൈഡ് ആണ് നമ്മുടെ ഏത് സെൽ? സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് ഫൈനലി ഫെല്ലോഡേം. എവിടുന്ന്? ഫ്രം ദി പെരിഫറി ടുവേർഡ്സ് ഇൻസൈഡ്. ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് വൺ ഡീബാർക്സ് എ ട്രീ വിച്ച് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ഇസ് ബീങ് റിമൂവ്ഡ്. അപ്പൊ ഒരു ബാർക്കിനെ നമ്മൾ റിമൂവ് ചെയ്യാണ്. ഡീബാർക്കിംഗ് എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ബാർക്ക്. അപ്പോ ഏതൊക്കെ പാർട്സ് ആണ് റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടിഷ്യൂസ് ആണ്, ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് റിമൂവ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഡീബാർക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? റിമൂവൽ ഓഫ് ബാർക്ക്. ബാർക്ക് എന്ന് വെച്ചാൽ എന്താ? സെക്കൻഡറി ഗ്രോത്ത് ഓൾറെഡി സംഭവിച്ച ഒരു പ്ലാന്റിനാണ് ഏത് കാണുന്നത്? ബാർക്ക് എന്ന് പറഞ്ഞൊരു തിക്ക് ഡെഡ് ലെയർ കാണാൻ പറ്റുക. അപ്പോ ഇതിനെ റിമൂവ് ചെയ്താൽ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്കറിയാം നടുക്ക് ഫസ്റ്റ് വാസ്കുലർ കേമ്പിയം ഉണ്ടായിരുന്നു. ആൻഡ് ഈ വാസ്കുലർ കേമ്പിയത്തിന്റെ പുറത്തുള്ള ടിഷ്യൂ, അതായത് പുറത്തുള്ള എല്ലാ ടിഷ്യൂസിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് ബാർക്ക്. അതായത് ബാർക്ക് റെഫേഴ്സ് ടു എ നമ്പർ ഓഫ് ടിഷ്യൂ ടൈപ്സ്, ദാറ്റ് ഇസ് പെരിഡേം. അതായത് ഈ മൂന്നെണ്ണം അടങ്ങുന്ന പെരിഡേമും സെക്കൻഡറി ഫ്ലോയമും അതിൽ വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? പെരിഡേം വന്നു. പെരിഡേമിന്റെ ബ്രാക്കറ്റിൽ എഴുതാം. പെരിഡേമിൽ അടങ്ങുന്ന ഏതൊക്കെ സെൽസ്? ഫെല്ലോജൻ, ഫെല്ലം, ഫെല്ലോഡേം ആൻഡ് അതിന് നടുക്ക് സെക്കൻഡറി ഫ്ലോയം. ഇതൊരു ഡയഗ്രത്തിൽ കാണിക്കാന്ന് വെച്ചാൽ ഈ ഡയഗ്രം എടുത്ത് നോക്കിയാൽ ഇതില് വാസ്കുലർ കേമ്പിയം നമുക്ക് ഈ ഗ്രീൻ സാധാരണ വാസ്കുലർ കേമ്പിയം. ഇനി ഇത് ഡെവലപ്പ് ചെയ്ത് എന്തുണ്ടായി? ഫൈനലി കേമ്പിയൽ റിംഗ് ഉണ്ടായി, സെക്കൻഡറി ഗ്രോത്ത് സംഭവിച്ച് ഫൈനലി നമുക്ക് ഈ ഡയഗ്രം കിട്ടും. അപ്പോ ഈ ഡയഗ്രം കിട്ടും. ഇനി ഈ ഡയഗ്രത്തില് കേമ്പിയൽ റിംഗ്, അതായത് ഈ സാധനമാണ് കേമ്പിയൽ റിംഗ്. ഇതിന്റെ പുറത്തോട്ടുള്ള എല്ലാം എന്താണ്? നമ്മുടെ ബാർക്കിൽ അടങ്ങുന്ന സാധനമാണ്. അതായത് എല്ലാ ടിഷ്യൂസും എക്സ്റ്റീരിയർ ടു കേമ്പിയൽ റിംഗ് ആണ് നമ്മുടെ ബാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ട്? ഫസ്റ്റ് സെക്കൻഡറി ഫ്ലോയം ഉണ്ട്. ആൻഡ് അത് കൂടാണ്ട് ബാക്കിയുള്ള എന്തൊക്കെ ഉണ്ട്? നമ്മുടെ പെരിഡേമും ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡറി ഫ്ലോയമും പെരിഡേം ഇവിടെ കാണിച്ചിട്ട് നമ്മുടെ ഫെല്ലം,
ഫെല്ലോജൻ. അപ്പൊ ഇത്രയും സാധനം ഫെല്ലോജൻ അടങ്ങുന്ന പെരിഡേം പ്ലസ് ഇതിന്റെ ഉള്ളിലത്തെ ലെയർ ആണ് എന്തെന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്? സെക്കൻഡറി ഫ്ലോയം. അപ്പൊ പെരിഡേം പ്ലസ് സെക്കൻഡറി ഫ്ലോയം ആണ് നമ്മുടെ they are the tissues exterior to vascular cambium. അപ്പോ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാർക്ക്. അപ്പൊ എന്താണ് ബാർക്ക്? ബാർക്ക് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ എക്സ്റ്റീരിയർ ടു വാസ്കുലർ കേമ്പിയം. അപ്പൊ വാസ്കുലർ കേമ്പിയത്തിന് പുറത്ത് ഏതൊക്കെ ടിഷ്യൂ ആണ് നമുക്ക് മനസ്സിലായി? ഡയഗ്രത്തിലുണ്ട് പെരിഡേമും പ്ലസ് സെക്കൻഡറി ഫ്ലോയം. അപ്പൊ ഇതിന് ആൻസർ എന്ത് വരും? ഡീബാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെരിഡേം റിമൂവ് ചെയ്തു, അതിന്റെ കൂടെ തന്നെ സെക്കൻഡറി ഫ്ലോയമും റിമൂവ് ചെയ്തു. ഇനി 12th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ പ്ലാന്റ് മെറ്റീരിയൽ ഷോ ദി ഫോളോയിങ് ഫീച്ചേഴ്സ് വെൻ വ്യൂഡ് അണ്ടർ ദി മൈക്രോസ്കോപ്പ്. അപ്പൊ ചോദിച്ചിരുന്നു എന്ത്? വാസ്കുലർ ബണ്ടിൽസ് റേഡിയലി അറേഞ്ച്ഡ് ആണെന്ന്. അപ്പൊ നമുക്കറിയാം, നമ്മൾ സ്റ്റെം പഠിച്ചു, റൂട്ട് പഠിച്ചു. സ്റ്റെമ്മിൽ മോണോകോട്ട് ഡൈക്കോട്ട് പഠിച്ചു, റൂട്ടിലും മോണോകോട്ട് ഡൈക്കോട്ട് പഠിച്ചു. ഇനി വാസ്കുലർ ബണ്ടിൽസ് റേഡിയലി അറേഞ്ച്ഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? അപ്പൊ നമുക്കറിയാം റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അത് റൂട്ട് ആണെന്ന് പറയുന്നതിന് ഈക്വൽ ആണ്. അതെന്തുകൊണ്ടാ? റേഡിയൽ അറേഞ്ച്മെന്റിലാണ് നമ്മൾ റൂട്ട് കാണുന്നത്, റൂട്ടിന് റേഡിയൽ അറേഞ്ച്മെന്റ് ആണ് കാണുക. അപ്പോ നമുക്ക് മനസ്സിലായി ഇത് ഏതോ റൂട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? 4 xylem strands ഉണ്ട് ആൻഡ് എക്സാർച്ച് കണ്ടീഷൻ ഓഫ് പ്രോട്ടോസൈലം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 4 xylem strands വിത്ത് എക്സാർച്ച് കണ്ടീഷൻ. എക്സാർച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രോട്ടോസൈലം പെരിഫറി, മെറ്റാസൈലം സെന്റർ. പ്രോട്ടോസൈലം പെരിഫറിയിലും മെറ്റാസൈലം സെന്ററിലുമാണ് നമ്മൾ എന്ത് കണ്ടീഷൻ വിളിക്കുന്നത്? എക്സാർച്ച് കണ്ടീഷൻ. ഇനി എത്ര സൈലം കണ്ടു? 4 xylem കണ്ടു. അപ്പോ നമുക്കിപ്പോ മനസ്സിലായി റൂട്ട് ആണെന്ന് ബേസിക്കലി മനസ്സിലായി. അപ്പൊ നമ്മൾ എൻസൈഡിൽ കൊടുത്ത ഡയഗ്രാം മെമ്മറൈസ് ചെയ്യാനാണെങ്കിൽ റൂട്ട്സ് ആണെന്ന് മനസ്സിലായി. ഇനി എന്ത് മനസ്സിലായി? റൂട്ട്സ് ആണെന്ന് മനസ്സിലായത് അതിന്റെ റേഡിയൽ അറേഞ്ച്മെന്റും ഉണ്ട്. ഇനി എക്സാർച്ച് കണ്ടീഷൻ ആണെന്ന് വന്നു. എക്സാർച്ച് കണ്ടീഷൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായി? പ്രോട്ടോസൈലം എവിടെയായിരിക്കും? പെരിഫറിയിലും മെറ്റാസൈലം സെന്ററിലും ആണെന്ന് മനസ്സിലായി. ഇനി 4 xylem ആണെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇങ്ങനെ 4 xylem, അതായത് 2 to 6 amount of xylem നമ്മൾ കാണുന്നത് ഏതിലായിരിക്കും? ഡൈക്കോട്ട് റൂട്ടിലല്ലേ? ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലായി ഇതിലിപ്പോ എത്ര സൈലം ഉണ്ട് ടോട്ടൽ? അതായത് നമുക്ക് അറൌണ്ട് 8 xylem കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വെറും 4 xylem ആണ്. അപ്പൊ കുറഞ്ഞ സൈലം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വാസ്കുലർ ബണ്ടിൽസ് ഡൈക്കോട്ട് റൂട്ടിൽ എങ്ങനെയായിരിക്കും? യൂഷ്വലി ബിറ്റ്വീൻ 2 and 6. അപ്പൊ 4 എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ 2 and 6. അതായത് ഡയാർച്ചും എക്സാർച്ചിന്റെ നടുക്കാണ് വരുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ഡൈക്കോട്ട് റൂട്ട് ആയിരിക്കും. ഇനി മോണോകോട്ട് റൂട്ട് ആയിരുന്നെങ്കിൽ അതെന്താന്ന് ചോദിച്ചാൽ പോളി ആർച്ച് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 6 നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസിന് പറഞ്ഞേനെ. അപ്പൊ അതിന് ആൻസർ എന്തായിരിക്കും? ഡൈക്കോട്ട് റൂട്ട്. അപ്പൊ എങ്ങനെയാണ് ഓരോ അറേഞ്ച്മെന്റ് അനുസരിച്ച് നമ്മള് റൂൾ ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പോസിബിലിറ്റി പറയേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരിക്കാൻ ബേസിക്കലി 2 മോണോകോട്ട് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് ഡൈക്കോട്ട് റൂട്ടിന്റെയും ഡിഫറൻസസ് അറിഞ്ഞിരിക്കണം. ഇനി 13th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു ഹാർഡ്വുഡ് ആൻഡ് സോഫ്റ്റ് വുഡ് സ്റ്റാൻഡ് ഫോർ? എന്താണ് ഹാർഡ്വുഡ് അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ് വുഡ്? ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താണ് സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത് ജിംനോസ്പേമിലാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം എന്താ? അത് സോഫ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. അവർക്ക് വെസൽസ് ആബ്സെന്റ് ആയിരിക്കും. വെസൽസ് ആബ്സെന്റ് ആയ കേസിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? അവര് സോഫ്റ്റ് വുഡ് എന്ന് വിളിക്കും. അത് കാണുന്നത് ജിംനോസ്പേം. ഇനി ആൻജിയോസ്പേമിക് വുഡില്, അതായത് ആൻജിയോസ്പേംസിന്റെ വുഡില് അബണ്ടന്റ് വെസൽസ് കാണാൻ പറ്റും. അതുകൊണ്ട് അവരെന്തായിരിക്കും? ഹാർഡ് വുഡ് ആയിരിക്കും.
ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് ബേസിക്കലി ആൻജിയോസ്പെർമിന്റെ വുഡിനെ ഡിനോട്ട് ചെയ്യാനും, ആൻഡ് സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത് ബേസിക്കലി ജിംനോസ്പെർമിന്റെ വുഡിനെ ഡിനോട്ട് ചെയ്യാനും ആണ്. ഇനി ഇവിടെ ഡൈക്കോട്ട് എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഡൈക്കോട്ട് സ്റ്റെമിൽ മാത്രമേ സെക്കൻഡറി ഗ്രോത്ത് നടക്കുള്ളൂ. മോണോകോട്ട് സ്റ്റെമിൽ വാസ്കുലർ കേമ്പിയം ഇല്ലാത്തതുകൊണ്ട്, ഒരു ക്ലോസ്ഡ് ആയതുകൊണ്ട് അവർക്ക് സെക്കൻഡറി ഗ്രോത്ത് നടക്കില്ല. അപ്പൊ 13th ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, while eating peach or pear, it is usually seen that some stone-like structures get entangled in the teeth. What are these stone-like structures called? അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പീച്ച് അല്ലെങ്കിൽ പെയറിനെ പറ്റിയാണ്. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലേക്ക് ഒന്ന് തിരിച്ചു പോവാണെങ്കിൽ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂല് നമ്മൾ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ പഠിച്ചിരുന്നു. ഇനി സ്ക്ലീറൻകൈമയില് എന്താണ് രണ്ട് ടൈപ്പ്, അതിൽ ഫൈബേഴ്സും സ്ക്ലീറേറ്റ്സും പഠിച്ചിരുന്നു. ഇനി ഇതിലും സ്ക്ലീറേറ്റ്സിന് താഴെ നമ്മൾ എന്തെന്ന് പഠിച്ചിരുന്നു? സ്ക്ലീറേറ്റ്സ് എന്താണ്? സ്ഫെറിക്കൽ, ഓവൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ തിക്കൻഡ് ആയിട്ടുള്ള ഡെഡ് സെൽസ് ആണ്. ആൻഡ് അവർക്ക് ചെറിയ നാരോ ലൂമൻ അല്ലെങ്കിൽ കാവിറ്റി കാണാൻ പറ്റും. ആൻഡ് പെയറിന്റെ പൾപ്പില് ഇത് കാണാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പെയറിന്റെ പൾപ്പില്. അപ്പോ പീച്ച് അല്ലെങ്കിൽ പെയർ കഴിക്കുമ്പോൾ നമ്മുടെ ഇതിൽ ടീത്തിൽ കുടുങ്ങിയ എൻടാങ്കിൾഡ് ആയിട്ടിരിക്കുന്ന സാധനം എന്താന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ എന്തുവരും? സ്ക്ലീറേറ്റ്സ്. അപ്പൊ എന്തായിരിക്കും? ഇപ്പൊ ബേസിക്കലി നമുക്കറിയാം അത് ഉദ്ദേശിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ സ്ക്ലീറേറ്റ്സ് ആണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ് എന്താണ്? ഫ്രൂട്ട്സ് ലൈക്ക് പീച്ച് ആൻഡ് പെയറിൽ കാണുന്ന ഈ സ്ട്രക്ചേഴ്സിനെ നമ്മൾ സ്റ്റോൺ സെൽസ് അല്ലെങ്കിൽ ബ്രാക്കി സ്ക്ലീറേറ്റ്സ് എന്ന് വിളിക്കും. അതായത് ബ്രാക്കി സ്ക്ലീറേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ക്ലീറേറ്റ്സിന്റെ ഒരു ടൈപ്പ് ആണ്. ആൻഡ് അതിന്റെ പ്രത്യേകത എന്താ? അൺബ്രാഞ്ച്ഡ് ആണ്, ഷോർട്ട് ആണ്, ഐസോഡയമെട്രിക് ആണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്ക്ലീറേറ്റ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ബ്രാക്കി സ്ക്ലീറേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോൺ സെൽസ്. ഇനി ഈ സ്റ്റോൺ സെൽസ് യൂഷ്വലി ഗ്രൂപ്പ്സിലാണ് കാണാൻ പറ്റുക. ആൻഡ് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഗ്രിറ്റ് അല്ലെങ്കിൽ സ്റ്റോൺ ലൈക്ക് ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇതാണ് നമ്മുടെ ടീത്തിൽ എൻടാങ്കിൾഡ് ആയി കിടക്കുന്ന സ്ട്രക്ചർ. അപ്പൊ നമ്മൾ എന്തെന്ന് പറയരുത്? പീച്ചിൽ പേരിൽ കഴിക്കുമ്പോൾ സ്റ്റോൺ ലൈക്ക് സ്ട്രക്ചർ സീഡ് എന്നൊന്നും പറയരുത്. അതെന്താണ്? സ്ക്ലീറേറ്റ്സ് ആണ്. ആൻഡ് സ്ക്ലീറേറ്റ്സ് തന്നെ അൺബ്രാഞ്ച് ഷോർട്ട് ഐസോഡയമെട്രിക് ടൈപ്പ് അതായ സ്റ്റോൺ സെൽസ് അല്ലെങ്കിൽ ബ്രാക്കി സ്ക്ലീറേറ്റ്സ് ആണ് അറിഞ്ഞിരിക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഇസ് ദ കമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് കോർക്ക്? How is it formed in plant? ഇനി കമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് കോർക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ്? ഓക്ക് അല്ലെങ്കിൽ ക്വർക്കസ് സൂപ്പർ. അതിന്റെ പേരാണ്, ഓക്കിന്റെ പേരെന്താണ്? ക്വർക്കസ് സൂപ്പർ. അതാണ് കോർക്കിന്റെ പേര്. ഇനി നമുക്കറിയാം സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ നമ്മുടെ വാസ്കുലർ കേമ്പിയത്തിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്? ഔട്ടർ കോർട്ടിക്കലും എപ്പിഡോമിസ് സെൽസ് ഒക്കെ ഗെറ്റ് ബ്രോക്കൺ. അതായത് അവർ പൊട്ടും. ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് പുതിയ പ്രൊട്ടക്റ്റീവ് ലേയേഴ്സ് ഉണ്ടാക്കും. അങ്ങനെ പ്രൊട്ടക്റ്റീവ് ലേയേഴ്സ് ആരുണ്ടാക്കും? നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയ കോർക്ക് കേമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ ഉണ്ടാക്കും, യൂഷ്വലി ഇൻ ദ കോർട്ടെക്സ് റീജിയൻ. ഇനി അതെന്താക്കും? ഫെല്ലോജൻ പുറത്തോട്ടും ഉള്ളിലോട്ടും സെൽസ് ആക്കും. ആൻഡ് ആ പുറത്തോട്ടുണ്ടാക്കുന്ന സെൽസിനെ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ ഈ ഇങ്ങനെയാണ് കോർക്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഫെല്ലോജൻ സെൽസ് വെൻ കട്ടിംഗ് ഓഫ് സെൽസ് ഓൺ ടു ദി ഔട്ട്സൈഡ്. അപ്പൊ എന്ത് മനസ്സിലായി? കോർക്ക് എവിടുന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്ന കമേഴ്ഷ്യൽ സോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഫോംഡ് എന്ന് മനസ്സിലാക്കുക. ഈ ഫോർമേഷൻ നമുക്ക് ഈ ആൻസറും കൂടി എഴുതാം. എന്ത്? സെക്കൻഡറി ഗ്രോത്ത് സംഭവിക്കുമ്പോൾ വാസ്കുലർ കേമ്പിയം ആക്ടിവിറ്റി കൂടുന്നു, ഗേർത്ത് കൂടുന്നു, ഔട്ടർമോസ്റ്റ് സെൽ ലെയർ റപ്ചർ ചെയ്യുന്നു, സ്റ്റെമിന്റെ പ്രൊട്ടക്റ്റീവ് സെൽ ലെയേഴ്സ് കോർക്ക് കേമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ ഉണ്ടാക്കുന്നു. അങ്ങനെ എന്ത് ഫോം ചെയ്തു? നമ്മുടെ ഔട്ടർമോസ്റ്റ് സ്ട്രക്ചർ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്തു. ഇനി സെൽസിന് വേറെ പ്രത്യേകത സൂപ്പർ ഇൻഡർപോസിഷൻ കാണാം. അതുകൊണ്ട് ഇംപെർവിയസ് ആണ് പുറത്തോട്ടുള്ള മെറ്റീരിയൽസിന്. ഇനി ബിലോ ഇസ് എ ലിസ്റ്റ് ഓഫ് പ്ലാന്റ് ഫൈബേഴ്സ് ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദി പ്ലാന്റ് ദീസ് ആർ ഒബ്റ്റെയിൻഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ കൊയർ, ഹെം,
കോട്ടൺ, ജൂട്ട്. ഇത് ജസ്റ്റ് ബേസിക്കലി അറിഞ്ഞിരിക്കുക, എന്ത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക. ഹെംപ്, കൊയർ, ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന കൊയർ ആണ്. കൊയർ ഇസ് ഒബ്റ്റെയിൻ ഫ്രം നമ്മുടെ കോക്കനട്ടിന്റെ ഫ്രൂട്ട് എന്തെന്നാണ് നമ്മൾ വിളിക്കുന്നത്, ഡ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഈ ഡ്രൂപ്പിന്റെ മീസോ കാർപ്പിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന സാധനമാണ് കൊയർ. ഇനി ഹെംപ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഫ്ലോയം അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബർ എന്ന് വിളിക്കും. ഫ്ലോയം അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബർ ആണ് എന്ത്, ഹെംപ് എന്ന് പറയുന്ന സാധനം ബേസിക്കലി. ഇനി കോട്ടൺ എന്താണ്, ഇതിന്റെ കോട്ടന്റെ സീഡ്സിൽ കാണുന്ന എപ്പിഡർമൽ ഹെയർ ആണ് കോട്ടൺ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ജൂട്ട് എന്ന് പറഞ്ഞ അഗെയിൻ ഫ്ലോയം അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബർ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഫാക്ട് ആണ്, ലോജിക് ഒന്നുമല്ല, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഇനി question number 4. What are the characteristic differences found in the vascular tissue of gymnosperms and angiosperms? അതായത് ജിംനോസ്പെംസിലും ആൻജിയോസ്പെംസിലും വാസ്കുലർ ടിഷ്യൂല് മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് നമുക്കറിയാം സൈലം എന്താണ്, സൈലം എന്ന് പറയുന്ന ഒരു കണ്ടക്ടിങ് ടിഷ്യൂ ആണ്. എന്തിന്, വാട്ടർ ആൻഡ് മിനറൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടുന്ന്, റൂട്ട്സിന്ന് മേലോട്ടുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഏതിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഏതിന്റെ ഹെൽപ്പ് തേടുന്നു, സൈലമിന്റെ ഹെൽപ്പ് തേടുന്നു. ഇനി സൈലത്തില് ആക്ച്വലി 4 ഡിഫറെന്റ് എലിമെന്റ്സ് ഉണ്ട്. ആ എലിമെന്റ്സിന്റെ ഓരോന്നിന്റെയും പേരാണ് ട്രക്കീറ്റ്സ്, വെസൽസ്, xylem fibers and xylem parenchyma. ഇനി ഈ 4 എണ്ണത്തില് ജിംനോസ്പെംസിന് ഏതില്ല, ഈ 4 എണ്ണത്തില് ജിംനോസ്പെംസിന് നമ്മുടെ വെസൽസ് ലാക്ക് ചെയ്യുന്നുണ്ട്. അതായത് വെസൽസ് ആർ ആബ്സെന്റ് ഇൻ ജിംനോസ്പെം. ഇനി നമ്മുടെ ഫ്ലോയം എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്ലോയമില് ഫംഗ്ഷൻ എന്താണ്, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽ. അതായത് ഒരു ലീവ്സ് ഉണ്ടാക്കുന്ന ഫുഡ് ബാക്കിയുള്ള അതർ പാർട്സ് ഓഫ് പ്ലാന്റ് ലൈക്ക് റൂട്ട് വരെ എത്തിക്കണം. നമുക്ക് ലീഫ് മേലെയാണെന്ന് പറഞ്ഞ് റൂട്ട് എങ്ങനെ ഫുഡ് കിട്ടാണ്ടിരിക്കരുത്. അപ്പൊ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫ്ലോയം ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ ഫ്ലോയം ഇസ് കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെ, സീവ്, ട്യൂബ്, എലമെന്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ഇതില് ജിംനോസ്പെംസിന് ഏതൊക്കെ ഉണ്ട്, ജിംനോസ്പെംസിന് സീവ് സെൽസും ആൽബ്യൂമിനസ് സെൽസും ഉണ്ട്. ആൻഡ് ദേ ലാക്ക് സീവ് ട്യൂബ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ്. അതായത് സീവ് ട്യൂബ്സും ആബ്സെന്റ് ആണ്, കമ്പാനിയൻ സെൽസും ആബ്സെന്റ് ആണ്. അപ്പോ സീവ് ട്യൂബ്സും ആബ്സെന്റ് ആണ്, കമ്പാനിയൻ സെൽസും ആബ്സെന്റ് ആണ്. ആൻഡ് അവർക്ക് ഉള്ളത് എന്താണ്, ആൽബ്യൂമിനസ് സെൽസ് പ്രസന്റ് ആണ് ആൻഡ് സീവ് സെൽസും പ്രസന്റ് ആണ്. സീവ് ട്യൂബ് എലമെന്റ്സും സീവ് സെൽസും വേറെ വേറെ സാധനങ്ങളാണ്, അത് കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കാം. ഇനി ആൻജിയോസ്പെംസിൽ എങ്ങനെയാണ്, ഈ എല്ലാ സാധനങ്ങളും ഉണ്ട്, പ്രസന്റ് ആണ്. ഇതേപോലെ ഫ്ലോയമിലും 4 എലമെന്റ്സും ആൻജിയോസ്പെംസിൽ പ്രസന്റ് ആണ്. അപ്പോൾ എന്താണ് ഇതിന്റെ സൈലം ആൻഡ് ഫ്ലോയം ആൻഡ് അതിന്റെ ഡിഫറെന്റ് കോമ്പണൻസ് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ജിംനോസ്പെംസിൽ വെസൽസ് ഇല്ല ആൻഡ് ഫ്ലോയമിന്റെ കേസസിൽ സീവ് ട്യൂബ് എലമെന്റ്സും കമ്പാനിയൻ സെൽസും ഇല്ല. അതിന് പകരം അവർക്ക് ആൽബ്യൂമിനസ് സെൽസും സീവ് സെൽസും ഉണ്ട്. ആൻഡ് ആൻജിയോസ്പെംസിന് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ സൈലം എന്താണ്, കണ്ടക്ടിങ് ടിഷ്യൂ ആണ്, വാട്ടറിനും ബാക്കിയുള്ള സാധനങ്ങൾക്കും. സൈലം കണ്ടക്ടിങ് ടിഷ്യൂ ആണ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു പ്ലാന്റ് പാർട്സ്. ഇനി അതിന് 4 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എലമെന്റ്സ് ഉണ്ട്, ട്രക്കീറ്റ്സ്, വെസൽ, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ
ആൻഡ് ജിംനോസ്പേംസിന് ഏതില്ല? വെസൽസ് ഇല്ല. ഇനി ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ജിംനോസ്പേംസിന് വെസൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സോഫ്റ്റ് വുഡ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. സോഫ്റ്റ് വുഡ് അല്ലെങ്കിൽ നോൺ പോറസ് വുഡ് എന്ന്. ഇനി ആൻജിയോസ്പേംസിന് എങ്ങനെയാണ്? ഫ്ലോയമിന്റെ, അതായത് ട്രാൻസ്പോർട്ട് ഫുഡിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് സീവ് ട്യൂബ് എലമെന്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ്. പക്ഷെ ജിംനോസ്പേംസിന് എങ്ങനെയാണ്? സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും ഒന്നുമില്ല. അതിന് പകരം അവർക്ക് ആൽബുമിനസ് സെൽസും സീവ് സെൽസും ആണ് ഉള്ളത്. ഇനി 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എപ്പിഡെർമൽ സെൽസ് ആർ ഓഫൺ മോഡിഫൈഡ് ടു പെർഫോം സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ഇൻ പ്ലാന്റ്സ്. എപ്പിഡെർമൽ സെൽസ് ഇൻ പ്ലാന്റ്സിന് വേരിയസ് മോഡിഫിക്കേഷൻസ് ഉണ്ട് ആൻഡ് അവരെന്ത് ചെയ്യും? സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് പെർഫോം ചെയ്യും. നെയിം സം ഓഫ് ദം ആൻഡ് ഫങ്ഷൻ ദേ പെർഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പിഡെർമൽ സെൽസിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? റൂട്ട് ഹെയർസ്. അപ്പോൾ റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിസെല്ലുലർ ആയിട്ടുള്ള ഇലോങ്ങേഷൻസ് ആണ്. അപ്പോൾ അതെന്തായി? എപ്പിഡെർമൽ സെൽസിന്റെ ഒരു മോഡിഫിക്കേഷൻ ആയി അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അവരുടെ ഫങ്ഷൻ എന്താണ്? അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. ഇനി സ്റ്റെം ഹെയർസ്. സ്റ്റെം ഹെയർസിനെ നമ്മൾ വിളിക്കുന്നത് ട്രൈക്കോംസ്. ഇനി സ്റ്റെം ഹെയർസിൽ, അതായത് സ്റ്റെമ്മിന്റെ മേലെ എപ്പിഡെർമൽ ഹെയർസ് പ്രസന്റ് ആണ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ട്രൈക്കോംസ്. ഇനി ട്രൈക്കോംസ് യൂഷ്വലി എങ്ങനെയായിരിക്കും? മൾട്ടി സെല്ലുലാർ ആയിരിക്കും, അൺലൈക്ക് നമ്മുടെ റൂട്ട് ഹെയർസ് വിച്ച് ആർ യൂണിസെല്ലുലാർ. ഇനി ട്രൈക്കോംസ് എന്തൊക്കെ ആവാം? ഐദർ ബ്രാഞ്ച്ഡ് ആവാം അല്ലെങ്കിൽ അൺബ്രാഞ്ച്ഡ് ആവാം. ആൻഡ് അവർ സോഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റിഫും ആവാം. ഇനി അവർക്ക് ദേ മേ ബി ഈവൻ സെക്രീറ്ററി. അപ്പോൾ ഏത് തരത്തിലുള്ള മോഡിഫിക്കേഷനും സ്പെഷ്യലൈസേഷൻ നമുക്ക് ട്രൈക്കോംസിൽ കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഫങ്ഷൻ എന്താണ്? റൂട്ട്സ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ആയിരുന്നു ഫ്രം ദി സോയിൽ. അപ്പൊ സ്റ്റെമ്മിന് അതിന്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എപ്പിഡെർമൽ ഹെയർസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫങ്ഷൻ എന്തായിരിക്കും? ടു പ്രിവെന്റ് ലോസ് ഓഫ് വാട്ടർ ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. ഇനി നെക്സ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. എന്താണ്? നമ്മുടെ അഡാക്സിയൽ സർഫസ്, അതായത് ടോപ്പ് സർഫസിൽ, ഗ്രാസിന്റെ ഒക്കെ ടോപ്പ് സർഫസിൽ കാണുന്ന ചില പ്രത്യേകതരം എപ്പിഡെർമൽ സെൽസ് ആണ്. ആൻഡ് കൂടുതൽ അവർ അലോങ് ദി വെയിൻസ് ആണ് കാണാൻ പറ്റുക. ആൻഡ് അവർ ആക്ച്വലി എന്താണ്? ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് ആണ്. ആൻഡ് ഇതിനെ നമ്മൾ ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ബുള്ളിഫോം സെൽസ് വാട്ടർ അബ്സോർപ്ഷൻ കഴിഞ്ഞ് ടേർജിഡ് ആവുമ്പോൾ ലീഫ് സർഫസ് എക്സ്പോസ്ഡ് ആവും. കാരണം എന്താ? ഇവർ ടേർജിഡ് ആവുന്ന കേസസ് എന്താണ് മീൻ ചെയ്യുന്നത്? അവിടെ ആവശ്യത്തിനധികം വാട്ടർ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ വാട്ടർ ഉണ്ടാകുമ്പോൾ അവർ തുറന്നിരിക്കും. അപ്പോൾ ഇൻ കേസ് നല്ല ട്രാൻസ്പിറേഷൻ നടന്നാലും അവർക്ക് വലിയ വാട്ടർ ലോസ് സംഭവിക്കില്ല. കാരണം അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി വാട്ടർ ഉള്ളതുകൊണ്ടാണ് ബുള്ളിഫോം സെൽസ് ടേർജിഡ് ആയിരിക്കുന്നത്. ഇനി അവര് വെള്ളമില്ലാത്ത കേസിൽ ഫ്ലാസിഡ് ആവുന്നതുകൊണ്ട് റോളിൻ ചെയ്യും ലീവ്സ്. അപ്പൊ റോളിൻ ചെയ്യുമ്പോൾ പതുക്കെ ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ വാട്ടർ ലോസ് മിനിമൈസ്ഡ് ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ എപ്പിഡെർമൽ സെൽസിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്നത്. റൂട്ട് ഹെയർസ് കാണാം, ബുള്ളിഫോം സെൽസ് കാണാം, ട്രൈക്കോംസ് കാണാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 6 തൊട്ട് നമ്മൾ ബാക്കി നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 6 തൊട്ട് നാളെ ചെയ്യും. അപ്പോൾ ആക്ച്വലി ക്ലാസ് കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു നമ്മുടെ മോണോകോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസസ് കൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലാസ് എൻഡ് ചെയ്യാം. അപ്പോൾ മോണോകോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും ഫേഴ്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഡയഗ്രാം വരക്കാൻ അറിഞ്ഞിരിക്കുക. ഇനി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡിഫറൻസസ് അറിഞ്ഞിരിക്കണം. അത് ഡയഗ്രാം വരക്കണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? അതിന്റെ ഡിഫറൻസസ് അറിയണം. അപ്പോൾ ഏറ്റവും മേലെ നമുക്ക് കാണുന്ന എന്താ? റൂട്ട് ഹെയർ കാണാം. ആൻഡ് അത് കഴിഞ്ഞ് എപ്പിബ്ലിമ കാണാം. എപ്പിബ്ലിമ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട്സിൽ കാണാൻ പറ്റുന്ന എപ്പിഡെർമൽ സെൽസിന് നമ്മളൊരു പ്രത്യേക പേര് കൊടുത്തു, അതാണ് എപ്പിബ്ലിമ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്താണ്. ഇനി ഈ എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിബ്ലിമ എന്നും പറയാം. ഇതെന്താണ്? ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് റൂട്ട്സ് ആണ്. നമ്മൾ എന്ത് കണ്ടു? ഫസ്റ്റ് ലെയർ, അതായത് പൈലിഫെറസ് ലെയർ അല്ലെങ്കിൽ എപ്പിബ്ലിമ അല്ലെങ്കിൽ എപ്പിഡെർമിസ് കണ്ടു. ഇനി ഇതെന്താണ്? ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ആൻഡ് അവരുടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? തിൻ വോൾഡ് ആയിട്ടുള്ള പോളിഗണൽ പാരൻകൈമാന്റെ സെൽസ് കാണാൻ പറ്റും.
ഇനി നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, ഇവിടെ നോ ഇന്റർ സെല്ലുലാർ സ്പേസ്, അവര് സെൽസ് തമ്മിൽ ഇന്റർ സെല്ലുലാർ സ്പേസസ് ഒന്നും ഇല്ല. ഇനി റൂട്ടിന്റെ എപ്പിഡെർമിസിൽ എന്തില്ല? റൂട്ടിന്റെ എപ്പിബ്ലിമയിൽ, അതായത് ഇൻ റൂട്ട്സ് എപ്പിബ്ലിമ ഡസ് നോട്ട് ഹാവ് ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ സ്റ്റോമേറ്റ. ഇനി ഇതില് ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ ലെയറിനെ എന്തെന്ന് വിളിച്ചു? പൈലിഫറസ് ലെയർ എന്ന് വിളിച്ചു. ഇനി പൈലിഫറസ് ലെയർ എന്ന് വിളിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. എന്താണ്? അവർക്ക് യൂണിസെല്ലുലാർ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ റൂട്ട് ഹെയർ ഗ്രോത്ത് കാണാം. ഇനി മോണോകോട്ടില് ഈ എപ്പിഡെർമിസിനെ അല്ലെങ്കിൽ എപ്പിബ്ലിമേനെ നമ്മൾ എന്തെന്നും കൂടി വിളിച്ചു? റൈസോഡെർമിസ് എന്നും കൂടി വിളിച്ചു. ഇൻ മോണോകോട്ട്സ് ഇതിനെ നമ്മൾ റൈസോഡെർമിസ് എന്ന് വിളിച്ചു. ആൻഡ് ഈ റൈസോഡെർമിസിൽ എന്തുണ്ട്? ഹെയർ ഫോമിംഗ് ട്രൈക്കോബ്ലാസ്റ്റും ഉണ്ട്, നോൺ റൂട്ട് ഹെയർ ഫോമിംഗ് എ ട്രൈക്കോബ്ലാസ്റ്റും ഉണ്ട്. ട്രൈക്കോബ്ലാസ്റ്റ് ആൻഡ് നോൺ ട്രൈക്കോബ്ലാസ്റ്റ്. ഇനി ട്രൈക്കോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാല് ഹെയർ ഫോമിംഗ്, നോൺ ട്രൈക്കോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാല് നോൺ ഹെയർ ഫോമിംഗ്. ഇനി ഡൈക്കോട്ട് റൂട്ട്സിന്റെ കേസസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡൈക്കോട്ട് റൂട്ടില് എപ്പിഡെർമിസും അതിന്റെ പുറത്തുള്ള ബാക്കിയുള്ള ടിഷ്യൂസും പീൽഡ് ഔട്ട് ആയിട്ട് ഔട്ടർ ടിഷ്യൂസ് പീൽഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ, ആര് വന്ന് റീപ്ലേസ് ചെയ്യും? ബൈ സെക്കൻഡറി ഗ്രോത്ത് കോർക്ക് കേമ്പിയം. ഇനി എപ്പിഡെർമിസിന്റെ ബേസിക് ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊട്ടക്ഷൻ. ആൻഡ് റൂട്ട് ഹെയർസ് ഉള്ളതുകൊണ്ട് എന്ത് പറ്റും? റൂട്ട് ഹെയർ ഉള്ളതുകൊണ്ട് അതിന് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസും കേപ്പബിൾ ആണ്. അതെന്താ? റൂട്ട് ഹെയർ ഉള്ളതുകൊണ്ട് ഇതിന്റെ സർഫസ് ഏരിയ ആദ്യം ഇത്രയും ഉണ്ടായ സർഫസ് ഏരിയ ഇപ്പൊ ഇത്രയായിട്ട് കൂടി. അപ്പൊ എന്ത് പറ്റും? പ്രൊവൈഡ് മോർ സ്പേസ്. മോർ സ്പേസ് ആണെങ്കിൽ മോർ വാട്ടർ ആൻഡ് മിനറൽ അബ്സോർപ്ഷൻ. ഇനി ഇതിന്റെ താഴെ എന്തുണ്ട്? കോർട്ടെക്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ കോർട്ടെക്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താ? കോർട്ടെക്സിൽ നമുക്ക് മെയിൻലി കാണാൻ പറ്റുന്നത് പാരൻകൈമാന്റെ സെൽസ് ആയിരിക്കും. ആൻഡ് മോസ്റ്റ്ലി നമുക്ക് ഇന്റർസെല്ലുലാർ സ്പേസ് കാണാണ്ടിരിക്കാം. അതായത് ജനറലി ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസസ് പ്രസന്റ് ആയിരിക്കും. ഇനി ഡൈക്കോട്ട് റൂട്ടിന്റെ കേസിൽ ഈ കോർട്ടെക്സിൽ എന്തും കൂടി ഉണ്ട്? ചില സമയം സ്ക്ലീറൻ കൈമയും കൂടി പ്രസന്റ് ആയിരിക്കും അലോങ് വിത്ത് പാരൻകൈമ. ഇനി ഈ എപ്പിഡെർമൽ സെല്ലായ കോർട്ടിക്കൽ സെൽസിന് എന്താണ്? നോൺ ഫോട്ടോസിന്തറ്റിക് ആയതുകൊണ്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല, അവർക്ക് ക്ലോറോഫിലും ആബ്സെന്റ് ആണ്. ഇനി ചില പ്ലാന്റ്സിൽ ഈ ഔട്ടർ ലെയർ ഓഫ് കോർട്ടെക്സ് സൂപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പറിൻ ഡെപ്പോസിറ്റ് ചെയ്ത് അവർക്ക് എങ്ങനെയാണ് കുറച്ചും കൂടി തിക്കറായിട്ട് വന്നിട്ട് സിംഗിൾ ലെയർ അല്ലെങ്കിൽ മൾട്ടി ലെയറിൽ എക്സോഡെർമിസ് ഫോർമേഷൻ നമുക്ക് ചില പ്ലാന്റ്സിൽ കാണാൻ പറ്റും. ഇനി ഈ കോർട്ടിക്കൽ റീജിയനിലെ സെൽസിന് മെയിൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാലും എന്താണ്? ദേ സ്റ്റോർ സ്റ്റാർച്ച് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ഗ്രെയിൻസോ ല്യൂക്കോപ്ലാസ്റ്റിന്റെ ഫോമിൽ അവർ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദി മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം എപ്പിഡെർമിസ് ടു ഇന്നർ ടിഷ്യൂസ്. ഉള്ളിന്ന്, അതായത് എപ്പിഡെർമിസ്, അതായത് ഏറ്റവും പുറത്തുനിന്ന് റൂട്ട് ഹെയർ അബ്സോർബ് ചെയ്ത വാട്ടർ ഉള്ളു വരെ എത്തിക്കാനും കൂടി ആരെ ഹെൽപ്പ് ചെയ്തു? നമ്മുടെ കോർട്ടെക്സ് ഹെൽപ്പ് ചെയ്തു. ഇനി അടുത്ത ലെയർ എന്താണ്? എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് എന്താണ്? ഇറ്റ് ആക്ട്സ് എസ് എ ബാരിയർ ബിറ്റ്വീൻ ടു സെൽസ്. അതായത് നമ്മുടെ ഉള്ളിലേക്കുള്ള വാസ്കുലർ ബണ്ടിൽ നിന്ന് പ്രൊട്ടക്ഷൻ പോലെ പുറത്ത് കാണുന്ന ഒരു ലെയർ ആണ് എൻഡോഡെർമിസ്. ഇനി അവർക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ സെൽസ് കണ്ടാൽ തന്നെ അറിയാം ബാരൽ ഷേപ്ഡ് സെൽസ് ആണ്. ആൻഡ് ഒരു സിംഗിൾ ലെയർ മാത്രമേ കാണുന്നുള്ളൂ. ആൻഡ് വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഡയഗ്രത്തിൽ മനസ്സിലായില്ലേ? ബാരൽ ഷേപ്ഡ് ആണ്, നോ ഇന്റർസെല്ലുലാർ സ്പേസസ്, ആൻഡ് എങ്ങനെയാണ്? അവര് ടൈറ്റ്ലി പാക്ഡ് ആണ്. ഇനി ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് കണ്ടു? പെരിസൈക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പെരിസൈക്കിൾ എന്താണ്? അണ്ടർ ദി എൻഡോഡെർമിസ് കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇനി ഈ പെരിസൈക്കിൾ എന്തുണ്ട്? സ്ക്ലീറൻ കൈമാറ്റ സെൽസും പാരൻ കൈമാറ്റ സെൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പെരിസൈക്കിൾ
ഇൻ ഡൈക്കോട്ട് റൂട്ടിൽ പെരിസൈക്കിളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാരൻകൈമ. അതായത് പ്രോസൻ കൈമ ഉണ്ടാവും. അതായത് പ്രോസൻ കൈമാറ്റ സെൽസിന്റെ മെയിൻ പ്രത്യേകത അവർക്ക് അബണ്ടന്റ് പ്രോട്ടോപ്ലാസം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ അബണ്ടന്റ് പ്രോട്ടോപ്ലാസം കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോസൻ കൈമ ഏതിലാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആൻസർ പറയുക? ഡൈക്കോട്ട് റൂട്ട്. ഇനി ഈ പെരിസൈക്കിളിൽ നിന്ന് എന്ത് പറ്റും? ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് സൈലം. അപ്പൊ ഈ പ്രോട്ടോസൈലത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് ലേറ്ററൽ റൂട്ട് ഒറിജിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇൻ ഡൈക്കോട്ട് റൂട്ട്സ്. അപ്പൊ ഈ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ലേറ്ററൽ റൂട്ട്സ് ഒറിജിനേറ്റ് എവിടുന്ന്? ഫ്രം എ പാർട്ട് ഓഫ് പെരിസൈക്കിൾ വിച്ച് ഇസ് പ്രസന്റ് റൈറ്റ് ഓപ്പോസിറ്റ് ടു നമ്മുടെ പ്രോട്ടോസൈലം. ഇനി ഈ പെരിസൈക്കിൾ ആണ് ഏത് ഫോർമേഷൻ ഓഫ് വാസ്കുലർ കേമ്പിയത്തിൽ നമുക്ക് ഇൻവോൾവ് ആണെന്ന് പറയാൻ പറ്റുന്നത്. ഇനി കോർക്ക് കേമ്പിയം എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ഫോംഡ് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്. നമുക്കറിയാം സെക്കൻഡറി ഗ്രോത്തിന് സമയത്ത് കോർക്ക് കേമ്പിയം ഉണ്ടാവും. ആൻഡ് ആസ് എ ഹോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കേമ്പിയം മോണോകോട്ട് റൂട്ട്സിൽ ആബ്സെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിനുള്ളിൽ നമുക്ക് എന്ത് കാണാം? ഫ്ലോയം കാണാം, സൈലം കാണാം. സൈലത്തിന്റെ ഡിഫറെന്റ് ടൈപ്സ് പ്രോട്ടോസൈലം, അതായത് ഓൾഡ് ആൻഡ് മെറ്റാസൈലം, അതായത് ന്യൂ ആൻഡ് ഏറ്റവും നടുക്ക് വിത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ്. ഇനി ഈ ഓരോ സൈലമിന്റെയും ഫ്ലോയമിന്റെയും നടുക്കാണെന്ന് ഈ ടിഷ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺജങ്ക്റ്റീവ് ടിഷ്യൂ. കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂ പ്രസന്റ് ബിറ്റ്വീൻ ഓരോ സൈലമിനും ഫ്ലോയും ബണ്ടിൽസിന്റെയും നടുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി മോണോകോട്ട് റൂട്ടിനെ പ്രത്യേകം എന്താ? അവർക്ക് കൂടുതൽ സൈലം ആൻഡ് ഫ്ലോയം ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ കൺജങ്ക്റ്റീവ് ടിഷ്യൂ കൂടി കാണാൻ പറ്റും ദാൻ കമ്പയർഡ് ടു നമ്മുടെ ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടിൽ ആകെ 4 തന്നെ ഉള്ളൂ. അപ്പോൾ അവർക്ക് കൺജങ്ക്റ്റീവ് ടിഷ്യൂ തന്നെയായിരിക്കും, കുറവ് തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോണോകോട്ടും ഡൈക്കോട്ട് റൂട്ടും തമ്മിലെ ഡിഫറൻസസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസസ് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കാണും, അലോങ് വിത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും. ബാക്കി 6th ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ നാളെ സോൾവ് ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാണ്. താങ്ക് യു.